ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനൽ രോഹിത് ശർമ്മയ്ക്കും നേട്ടങ്ങളുടെ മത്സരമായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെത്തിയതോടെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സ്വന്തമാക്കിയ അപൂർവ നേട്ടം എന്താണെന്ന് നോക്കാം. ICCയുടെ എല്ലാ ടൂർണമെന്റുകളിലും ടീമിനെ ഫൈനലിലെത്തിച്ച ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡാണ് രോഹിത് സ്വന്തമാക്കിയത്. 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, 2023 ഏകദിന ലോകകപ്പ്, 2024 T20 ലോകകപ്പ്, ഇപ്പോഴിതാ ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയെ ഫൈനലിലെത്തിച്ചിരിക്കുകയാണ്. ഇതിലെ 2024 T20 ലോകകപ്പിൽ രോഹിത് ഇന്ത്യക്ക് കിരീടം സമ്മാനിച്ചപ്പോൾ ഏകദിന ലോകകപ്പിലും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഫൈനലിൽ ഇന്ത്യക്ക് അടിതെറ്റി. മുൻ നായകൻ ക്യാപ്റ്റൻ കൂൾ MS ധോണി ഇന്ത്യക്ക് T20 ഏകദിന ലോകകപ്പ് കിരീടങ്ങളും ചാമ്പ്യൻസ് ട്രോഫിയും സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷേ ധോണിയുടെ കാലത്ത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നില്ല. ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രമെടുത്താൽ ഇന്ത്യയുടെ 5ാം ഫൈനലാണ് ദുബായിൽ നടക്കാനിരിക്കുന്നത്. 2 തവണ ഇന്ത്യ ചാമ്പ്യന്മാരായിട്ടുണ്ട്. സൗരവ് ഗാംഗുലിക്ക് കീഴിൽ 1 തവണ ശ്രീലങ്കയ്ക്കൊപ്പം സംയുക്ത ചാമ്പ്യന്മാരാവുകയും 2013 ധോണിക്ക് കീഴിൽ കിരീടം സ്വന്തമാക്കുകയും ചെയ്തു. സെമി ഫൈനൽ വിജയത്തോടെ ദുബായിൽ മറ്റൊരു റെക്കോർഡ് കൂടി ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു വേദിയിൽ ഏറ്റവും കൂടുതൽ തവണ ഏകദിന വിജയം നേടുന്ന 2ാമത്തെ ടീം എന്ന റെക്കോർഡാണ് ഇന്ത്യ കുറിച്ചിരിക്കുന്നത്. ദുബായിൽ 10 മത്സരങ്ങളിൽ കളിച്ച ഇന്ത്യ 9 വിജയം സ്വന്തമാക്കി, 1 മത്സരം സമനില. ചാമ്പ്യൻസ് ട്രോഫി നോക്കൌട്ടിൽ 3 തവണ നേർക്കുനേർ വന്നപ്പോഴും ഓസ്ട്രേലിയക്കെതിരെ വിജയം അടിച്ചെടുക്കാൻ ഇന്ത്യക്കായിട്ടുണ്ട്. ദുബായിൽ ഇന്ത്യ പിന്തുടർന്ന് ജയിച്ച 265 റൺസ് എന്നത് ചാമ്പ്യൻസ് ട്രോഫി നോക്കൌട്ടിലെ ഉയർന്ന 4ാമത്തെ റൺ ചേസും ICC ഏകദിന നോക്കൌട്ട് മത്സരങ്ങളിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു ടീം പിന്തുടർന്ന് ജയിക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോറുമാണ്. ഇന്ത്യ കപ്പെടുത്ത 2011 ഏകദിന ലോകകപ്പ് ക്വാർട്ടറിൽ ഇന്ത്യ 261 റൺസ് പിന്തുടർന്ന് വിജയിച്ചിരുന്നു. ഇതായിരുന്നു ഇതിനു മുമ്പത്തെ ഉയർന്ന റൺ ചേസ്. സ്പോർട്സ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.